ഇങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട്ട് ബിസിനസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. എനിക്ക് 10 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 10 കോടിയുടെ. അതെങ്ങനെ ശരിയാവും ഹാഷിർ? എനിക്കുണ്ടായ നഷ്ടമോ? നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാതെ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാം. ബിസിനസ്സിൽ എപ്പോഴും നഷ്ടവും ലാഭവും ഉള്ളതാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് രാത്രി മുഖുവിനെ ഒന്ന് വിളിച്ച് നമ്മളെ കാര്യം ഡീൽ ചെയ്യിപ്പിക്കാം. മുഖു മുഖു ക്ലോസ് ആയർ മുഖു എന്നാണ് പറയുന്നത് കേട്ടോ, ഞാൻ വിട്ടുപോയി. മുകേഷ് അംബാനിയുടെ. ഈ തമാശ ഞാൻ ഇന്ന് തന്നെ അധുവിനെ വിളിച്ച് പറയും. അതുവോ? അതു എടാ അധാനിയടാ. സോ മെനി കണക്ഷൻ. പിന്നെ നാളെ ഈവനിങ് കൊച്ചിയിൽ 21 റോൾസ് റോയ്സ് വന്നിറങ്ങുന്നുണ്ട്. ആരാണ് പോയി എടുക്കുന്നത്? എന്ത് വർത്താനം അത്? റോൾസ് റോയ്സ് എടുത്തു? ഞാൻ BM അല്ലേ പറഞ്ഞേ. ഇങ്ങനെയാണ് എന്റെ ഇരിക്കുന്നത്. ബാക്കി 500 കോടി ഞാൻ എടുത്ത് കാറ്റിപ്പറത്തിക്കളയും. വിനായക, നീ ഇങ്ങനെ പിണങ്ങുകയാണെങ്കിൽ എന്റെ ഇരിക്കുന്ന 2000 കോടിയുടെ ഞാൻ കത്തിച്ചു കളയും കേട്ടല്ലേ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കല്ലേ. 3 രൂപ കൊളുക്കുമല്ല ഞാൻ വിൽക്കാൻ പോവുകയാണ്. ബെസ്റ്റ് ഡീൽ അല്ലേ? അവിടുന്ന് വരുന്ന തേയില പൊടിച്ചാണ് എന്റെ ഉമ്മാമാക്ക് ഞാൻ ചായ കൊടുത്തോണ്ടിരുന്നത്. അവിടുത്തെ 4000 കോടിയുടെ നിക്ഷേപം നഷ്ടപ്പെടും. മൊത്തം 40,000 കിലോയാണ് അവിടുത്തെ ടേണിങ് വരുന്നത്. നീ കുളുക്കുമല്ല വിൽക്കാൻ നിൽക്കരുത്. അത് നമ്മളെ ഭയങ്കര നഷ്ടം ഉണ്ടാകും നമുക്ക്. എനിക്ക് അതിന്റെ പകുതി പൊളിക്കാനുള്ള ഒരു അവകാശം നിങ്ങൾ തരൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി PM-നെ വിളിക്കാൻ നിൽക്കണം. PM-നെ ഞാൻ നാളെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റന്നാളത്തെ CM-ന്റെ മീറ്റിംഗ് അത് ഞാൻ ക്യാൻസൽ ചെയ്തു. നീ എന്റെ അടുത്ത് ഇതൊന്നും പറയാത്ത എന്താ വിനായക? എനിക്ക് ആ താജ്മഹലിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന 10 സെന്റ് ഞാൻ വിറ്റോട്ടെ. ആ താജ്മഹലിന്റെ അടുത്ത് കിടക്കുന്ന 10 സെന്റിൽ നിന്നാണ് ജമന്തിപ്പൂ നമ്മൾ വിറ്റ് 5000 കോടിയുടെ വരുമാനം ഉണ്ടാക്കുന്നത്. അതെങ്ങനെ കൊടുക്കാൻ പറ്റും? എടാ നീ വിഷമിക്കല്ലേ. കാശ്മീരിലെ 3 മഞ്ഞുമല വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പകുതി ടേൺ ഓവർ തിരിച്ചു പിടിക്കാം. ആ മഞ്ഞുമലയിലാണ് ഞാൻ എന്റെ വൈഫും എന്റെ കൊച്ചും കൂടെ കുത്തി മറിയാൻ വേണ്ടി പ്ലാൻ ഇട്ടേക്കുന്നത്. അത് വിറ്റ് കളഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിൽ ഒന്ന് കുത്തി മറിയട്ടാ. ഹലോ, എത്ര? 8 ലക്ഷം. ഓക്കെ. എന്താ അത് ബുർജ് ഖലീഫയുടെ കറണ്ട് ബില്ല് വന്നു. ബുർജ് ഖലീഫയിൽ ആരാ താമസിക്കുന്നത്? രണ്ടാമത്തെ വൈഫ്. ഹാഷിറ, നിന്റെ രണ്ടാമത്തെ വൈഫ് എനിക്ക് 2000 കോടി തരാനുണ്ട് കേട്ടോ. അതൊക്കെ എഴുതി തള്ളു. ഈ നമ്മളെ കിടക്കുന്ന എല്ലാം കൂടെ വിറ്റ് പറക്കിയ എല്ലാം കൂടെ എത്ര വരും? 15,000 കോടി വരും. 15,000 കോടി. നമ്മൾ റൊണാൾഡോയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ക്ലബ്ബ് തുടങ്ങുന്നു. അപ്പൊ മെസ്സിയോ? മെസ്സി വരട്ടെ. മെസ്സി റൊണാൾഡോ അങ്ങോട്ടിട്ട് കളിപ്പിക്കാം. നെയ്മർ എല്ലാരും വരട്ടെ. എല്ലാരും കൊണ്ടുവന്ന് നമുക്ക് ഇറപ്പിക്കാം. അടുത്ത ആഴ്ച എന്റെ 4ാമത്തെ വൈഫിന്റെ പ്രസവമാണ്. തന്നല്ലേ? അന്ന് തന്നെയാണ് ട്രംപുമായിട്ടുള്ള മീറ്റിംഗും. ട്രംപ് ഉണ്ടെങ്കിൽ ഞാൻ ഇല്ല. അന്ന് ആൾ ഇംഗ്ലീഷേ പറഞ്ഞു. വെരി ഫണ്ണി. ഓക്കെ.